വലുതായി ചിന്തിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ പങ്കുവെക്കുന്നത്. പല സാഹചര്യങ്ങളിലൂടെയും ആളുകളെല്ലാവരും കടന്നു പോകുന്നുണ്ട്. പല സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും ആളുകളെല്ലാവരും കടന്നു പോകുന്നത്. അപ്പം നിർണായകമായ ഘട്ടങ്ങളിൽ, നിർണായകമായ സാഹചര്യങ്ങളിൽ വലുതായി ചിന്തിക്കേണ്ടതിന്റെ പ്രാധാന്യം ചില സന്ദർഭങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. വലുതായി ചിന്തിക്കുക എന്ന് പറയുന്നത് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഒരു ശേഷിയാണ്. ചിന്തകളെ വലുതാക്കുക, ചിന്തിക്കുന്നതിനനുസരിച്ച് നമുക്ക് വളരാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെയും നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ പല ശ്രമങ്ങളും നടത്തി മുന്നോട്ട് പോകുമ്പോൾ, പല കാര്യങ്ങളും നേടിയെടുക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ചെറുതായി ചിന്തിക്കുന്ന ആളുകൾ നിങ്ങളെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തും. അതായത് നിങ്ങളൊരു ലക്ഷ്യത്തിലേക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ടേക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ചെറുതായി ചിന്തിക്കുന്ന ആളുകൾ നിങ്ങളെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തും എന്നതാണ്. അതായത് നിങ്ങൾ വലുതായി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ മെച്ചപ്പെടണം, ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കണം എന്ന് ഉദ്ദേശിച്ചു പോകുന്ന സമയത്ത് മെനക്കേടും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ വളരുന്ന സമയത്ത് നിങ്ങളോട് ഒരു ഘട്ടത്തിൽ പോലും നിങ്ങളോട് കൈയടിച്ചുകൊണ്ട് മോനെ നീ മുന്നോട്ട് പോകൂ, മോളെ നീ മുന്നോട്ട് പോകൂ എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ പോയാൽ ഇങ്ങനെ സംഭവിക്കും, അപകടത്തെക്കുറിച്ചും ഭയത്തെക്കുറിച്ചും നഷ്ടങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചിട്ടൊക്കെ ആയിരിക്കും ഇയാളോട് പറയുക. അപ്പൊ അത് അവരുടെ മനസ്ഥിതി അങ്ങനെ ആയതുകൊണ്ടാണ് പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്നും പ്രതികൂലമായ സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അവിടെ എന്ത് നമ്മൾ ചെയ്യണം? നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്നും നിങ്ങൾക്ക് എന്നുള്ളതാണ് പറഞ്ഞു. നല്ലൊരു വീടുണ്ടാക്കും, അല്ലെങ്കിൽ ഒരു വലിയൊരു വാഹനം വാങ്ങും, അതല്ലെങ്കിൽ ജോലിയിലേക്ക് ഉയർച്ചയിലൂടെ മുന്നോട്ട് പോകും, അതല്ലെങ്കിൽ ബിസിനസ്സിൽ വളർച്ച നേടുന്നു. അപ്പൊ ആ സമയത്തൊക്കെയും ചെറുതായി ചിന്തിക്കുന്ന ആളുകളുടെ സംസാരങ്ങളും ചെറുതായി ചിന്തിക്കുന്ന ആളുകളുടെ വർത്തമാനങ്ങളും എന്ന് പറയുന്നത് അത് നിങ്ങളെ പിടിച്ച് താഴെ ഇറക്കാനുള്ള രീതിയിലുള്ള വാർത്തകളാണ്. വിജയിച്ച ആളുകൾ, ഇതിനെയൊക്കെ മറികടന്ന ആളുകളാണ്. അവരെന്താണ് ഇത്തരം വിഷയങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിസ്സാരമായ ആളുകളോട് യുദ്ധം ചെയ്യാൻ നിങ്ങൾ വിസമ്മതിക്കുമ്പോഴാണ് നിങ്ങൾ വിജയിക്കുക. ആ രീതിയിൽ ചിന്തിക്കുന്ന, നിസ്സാരമായിട്ട് കരുതുന്ന, ചെറിയ ചിന്താഗതിയുള്ള സ്മോൾ മൈൻഡ് ആയിട്ടുള്ള ആളുകളുമായിട്ട് യുദ്ധം ചെയ്യുന്നതിൽ നിന്നും നിങ്ങൾ വിസമ്മതിക്കണം. അവരുടെ യുദ്ധത്തിന് പോകാനായിട്ട് നിൽക്കരുത്. അവരവരുടെ മനസ്ഥിതി അനുസരിച്ചിട്ടാണ് ആ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. അവിടെ നമ്മൾ ആ രീതിയിൽ യുദ്ധം ചെയ്യാനായിട്ട് പോകരുത്. അപ്പൊ അവിടെ നമ്മൾ ഈ ചെറിയ ആളുകളുമായിട്ട് നമ്മൾ യുദ്ധം ചെയ്യാനായിട്ട്, ചെറിയ ആളുകൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ചിന്താഗതിയിൽ ചെറിയ ആളുകളായിട്ടുള്ള ആളുകളോട് നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ എനർജി നഷ്ടപ്പെടും, അവിടെ നമ്മുടെ ഊർജം ഡൈവേർട്ട് ചെയ്തു പോകും. അവരവരുടെ വലുപ്പത്തിനനുസരിച്ച് മാത്രമേ അവർ ചിന്തിക്കുള്ളൂ. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? വലുതായി ചിന്തിക്കുക. വലുതായി ചിന്തിക്കുക. വലുതായി ചിന്തിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഒരു പ്രതിസന്ധിയിൽ നിന്നും മാറ്റമുണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അവിടെ നമുക്ക് അതിനെ മറികടക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനേക്കാൾ കൂടുതൽ വലുതായിട്ട് നമ്മൾ ചിന്തിക്കണം. അവിടെ വലുതായി നമ്മൾ ചിന്തിക്കുമ്പോൾ പല സാഹചര്യങ്ങളും പല അവസരങ്ങളും നമ്മുടെ മുമ്പിൽ തുറന്നു വരും. അതേ സമയത്ത് ഈ ചെറുതായി ചിന്തിക്കുന്ന ആളുകളുടെ ഈ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നതിനെ അതിനെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കും ഒക്കെ ആയിരിക്കും പോകുന്നത്. അപ്പൊ നമ്മൾ വലുതായി ചിന്തിക്കുന്നത് ഇത്ര സാഹചര്യത്തിൽ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കും.
അപ്പൊ അവിടെ സ്മോൾ മൈൻഡ് ആയിട്ടുള്ള ആളുകൾ, ചെറുതായിട്ട് ചിന്തിക്കുന്ന ആളുകൾ, ഒരു പഞ്ചായത്തിന്റെ അപ്പുറത്തേക്ക് യാത്ര ചെയ്തിട്ടില്ലാത്ത ഒരാൾ ലോകയാത്ര നടത്തുന്ന ഒരാൾക്ക് നൽകുന്ന ഉപദേശം, അല്ല അയാളെ കുറിച്ചിട്ട് സംസാരിക്കുകയാണ്. അയാൾ എത്ര പണമാണ് നഷ്ടപ്പെടുത്തുന്നത്, അയാൾ എത്ര പണമാണ് ലോകയാത്ര നടത്തിയിട്ട് പോകുന്നത്, ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്ന് പറയുന്നത് പോലെയാണ് ഈ സ്മോൾ മൈൻഡ് ആയിട്ടുള്ള ആളുകളും വലിയ ചിന്താഗതിയുള്ള ആളുകളും തമ്മിലുള്ള അന്തരം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ പല ശ്രമങ്ങളും പലപ്പോഴും ആളുകൾ നടത്തി രക്ഷപ്പെടണമെന്ന് വിചാരിക്കുമ്പോൾ ഇത്തരം പ്രതിസന്ധികളിൽ പെട്ടുപോകുന്നു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. അപ്പൊ നമ്മുടെ ചുറ്റുപാടിലുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഏത് രൂപത്തിൽ പ്രതികരിക്കണം? അവിടെ നമ്മൾ അതിന് വശംവദരായിട്ട് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു അടി പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല, ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാനായിട്ട് കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അപ്പൊ അവിടെ നമ്മൾ വലുതായി നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വലുതായി ചിന്തിക്കുക, വലുതായി നിൽക്കുക. അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് മാറ്റം വരുത്താനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്മോൾ മൈൻഡ് ആയിട്ടുള്ള ആളുകളുടെ ആ ചിന്താഗതിയിലേക്ക് നമ്മൾ താഴ്ന്നു പോകാത്ത ഒരു അവസരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ ഒളിഞ്ഞു നിന്ന് കുറച്ച് ആളുകൾ ഇങ്ങനെ പറയുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ പറയുകയാണ് എങ്കിൽ, അവിടെ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വളരുന്നു എന്നതാണ് അതിന്റെ മറ്റൊരർത്ഥം. നിങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വളരുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നിങ്ങളുടെ വളർച്ചയെ കാണാൻ സാധിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയെ അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അതിൽ പ്രയാസം അനുഭവിക്കുന്നത് കൊണ്ടാണ് അവരങ്ങനെ ഒളിഞ്ഞിരുന്ന് എന്ത് ചെയ്യുന്നത്? ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുകയും നിങ്ങൾക്കെതിരെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവാം. അപ്പൊ അവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നിങ്ങൾ വളരുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ വളരുന്നു എന്നതിന് തെളിവാണ് അത്തരം കാര്യങ്ങൾ ഒളിഞ്ഞിരുന്ന് നിങ്ങൾക്കെതിരെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ട് എങ്കിൽ. അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും എതിരെ അത്തരത്തിലുള്ള സംസാരത്തിൽ നിങ്ങൾ ഏർപ്പെടുന്നുണ്ട് എങ്കിൽ ആരെക്കുറിച്ചാണോ നിങ്ങൾ സംസാരിക്കുന്നത് ആ വ്യക്തി വളരുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ മറ്റൊരർത്ഥം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള പ്രവണതകൾ സമൂഹത്തിൽ എന്താണ് ഉള്ള ഒരു കാര്യമാണ്, മനുഷ്യർക്കിടയിൽ ഉള്ള ഒരു കാര്യമാണ്. അവിടെ നമ്മൾ വലുതായി ചിന്തിക്കുന്നതിലൂടെ അത്തരം ആളുകളുടെ നിലവാരത്തിലേക്ക് നമ്മൾ താഴ്ന്നു പോവാതിരിക്കാൻ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അത്തരം ആളുകൾ നിങ്ങളുടെ വളർച്ചയെ നശിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളെ വളർച്ച ഇല്ലായ്മ ചെയ്യുന്നതിലൂടെ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം ആണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ അവർ ചിന്തിക്കുന്ന രീതിയിലേക്ക് നമ്മൾ നിന്നു കൊടുത്താലോ എന്താ സംഭവിക്കുക? അവിടെ നിങ്ങൾക്ക് വളർച്ച നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അപ്പൊ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മുടെ വളർച്ചയാണ് അവിടെ മുരടിപ്പിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ അത്തരം ആളുകളിലേക്ക് ചിന്താഗതിയിലേക്ക് നമ്മൾ താഴ്ന്നു പോകുന്നതിന് പകരം അവിടെ നമ്മൾ വലുതായി ചിന്തിക്കുക. നമ്മൾ സാധാരണ പറയാറില്ലേ, നല്ല മാങ്ങയുള്ള മാവിന് കൂടുതൽ കല്ലേറുകൾ കിട്ടും. കാരണം എന്താ? അവിടെ ഫലമുള്ളത് കൊണ്ടാണ് അവിടെ കല്ലേറുകൾ വരുന്നത്. അപ്പൊ നിങ്ങൾ വളരുന്നതിനനുസരിച്ച്, നിങ്ങൾ വളർന്ന് വലുതാകുന്നതിനനുസരിച്ച്, ഇപ്പൊ നിങ്ങളൊരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കി, അതല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ നേട്ടം ഉണ്ടാക്കി, അതല്ലെങ്കിൽ നിങ്ങളുടെ മക്കളൊക്കെ നല്ല നിലവാരത്തിലേക്ക് എത്തി, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മെച്ചം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്കെതിരെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കും. പക്ഷെ അവരോട് നമ്മൾ എന്ത് ചെയ്യരുത്? യുദ്ധത്തിന് പോവാൻ നിൽക്കരുത്. കാരണം അവരുടെ ചെറിയ മനസ്ഥിതി കൊണ്ടാണ് നിങ്ങൾ വിജയിച്ചു പോയല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ വിജയിച്ചു പോകും എന്ന ഒരു ആശങ്കയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പൊ നമ്മൾ അവിടെ എന്ത് വേണം? നമ്മുടെ ചിന്തയെ വലുതാക്കുക. നമുക്ക് അതിനേക്കാൾ വലിയ റിസൾട്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഏർപ്പെടാം. നമ്മൾ വലുതായി ചിന്തിക്കുക.
ആ വലുതായി ചിന്തിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇത്തരക്കാരെ കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ അവരുടെ നിലവാരത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, കുറഞ്ഞു പോയിട്ട് നമ്മുടെ വളർച്ച ഇല്ലാതെയാക്കരുത് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ പിന്നെ അതായത് ഈ രീതിയിൽ ഒരു വ്യക്തിയെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? അവരുടെ മാനസികമായ ഒരു പ്രശ്നം കൊണ്ടാണ് അവർ അത്തരത്തിലുള്ള വിഷയം കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അത്തരം കാര്യങ്ങൾ അവരുടെ ഉള്ളിലുള്ള ആ ഒരു മനസ്ഥിതിയുടെ പ്രശ്നമാണ്. ആ പിന്നെ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു അസൂയയുടെയോ അതല്ലെങ്കിൽ പരദൂഷണം പറയുന്നത് അവരുടെ മനസ്ഥിതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇവ ഉണ്ടാകുന്നത്. അത് മറ്റൊരാൾ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആരെക്കുറിച്ചാണോ പറയുന്നത് ആ വ്യക്തി അത് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? അവർക്ക് അവരുടെ മാനസികമായ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്നു എന്നല്ലാതെ അത് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നില്ല, ഏറ്റെടുക്കേണ്ടതായ ആവശ്യം ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പൊ അവിടെ നിങ്ങൾ മഹാന്മാരായിരിക്കുക. എന്താണ്? അവരോട് നിങ്ങൾക്ക് സഹതാപം മാത്രമേ തോന്നേണ്ടതുള്ളൂ. കാരണം എന്താ? അവർ ചിന്തിക്കുന്നത് വളരെ ചെറിയ ഒരു ചിന്താഗതിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിങ്ങളുടെ ചിന്തയെ ഉയർത്തി വെക്കുക. അത്തരത്തിലുള്ള ആളുകളിലേക്ക് നമ്മൾ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പം നിങ്ങളെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെയോ ആരെങ്കിലും സംസാരിക്കുകയോ ആരെങ്കിലും പ്രതികരിക്കുകയോ ആരെങ്കിലും കൂട്ടായ്മ രൂപീകരിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ സംസാരിക്കുകയോ ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അവിടെ ഒരു സൂചന നിങ്ങൾ വളരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് കൂടുതൽ പ്രയാസം ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ വലുതായി ചിന്തിച്ചുകൊണ്ട് മുന്നേറ്റം നടത്താൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അവിടെ മാറി വരിക. അതല്ലാതെ നമ്മൾ അവിടെ അവരിലേക്ക് ചെറുതായി പോവുകയോ അവരോട് ഫൈറ്റ് ചെയ്യോ, അയാൾ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, അവൾ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ അവരുമായിട്ട് യുദ്ധം നടത്താനായിട്ട് പോകരുത്, അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് പോകരുത്. കാരണം അത് നിങ്ങളെ ലക്ഷ്യത്തിൽ നിന്നും നിങ്ങളുടെ വിജയത്തിൽ നിന്നും നിങ്ങൾ താഴെ ഇറക്കും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇത്തരം സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും പല ആളുകളുടെ ലൈഫിലും വന്നു ചേർന്നിട്ടുണ്ടാവും. അപ്പൊ അതിനെ നമ്മൾ മൈൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? നമുക്ക് വളരാനായിട്ട് സാധിക്കാത്ത ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് എന്നിൽ കഴിവില്ല എന്ന് തോന്നുന്നു, ഞാൻ ഇതിൽ വിജയിക്കില്ല എന്ന് തോന്നുന്നു. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്നെ കൊണ്ടത് പറ്റൂല, എനിക്ക് വിജയിക്കാനുള്ള കഴിവില്ല, ശേഷിയില്ല എന്ന ഒരു സാഹചര്യമാണ് ഒരാളുടെ മനസ്സിൽ വരുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? അവിടെയും നമുക്ക് വലുതായി ചിന്തിക്കാം. എനിക്ക് പറ്റും, എനിക്ക് കഴിയും, എനിക്ക് സാധിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തയെ ഒന്ന് വലുതാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മൾ പ്രാധാന്യമുള്ളവരായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആ രീതിയിൽ വളരാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മളെ തന്നെ ഇല്ലാതെയാക്കാൻ, ഓരോ വ്യക്തിയും ആ വ്യക്തിയെ തന്നെ ഇല്ലാതാക്കാൻ എനിക്ക് സാധിക്കില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നിടത്ത് നമ്മളുടെ ചിന്ത അവിടെ ചെറുതായി പോകുന്നു. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? വലുതായി ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വരികയും അവിടെ നമുക്ക് ആ ചിന്ത നമ്മുടെ ഉള്ളിൽ വളർത്തുന്നതിനനുസരിച്ച് നമുക്ക് ബാഹ്യ ലോകത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കും. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ചിന്തയെ വലുതായി ചിന്തിക്കുക. നിങ്ങളിപ്പോ എവിടെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എൻഡാണ്, ഡെഡ് എൻഡ് ആണ് എന്ന് വിചാരിക്കേണ്ടതില്ല. അവിടുന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ അവിടെ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ചിന്തയിൽ അതൊന്ന് വലുതാക്കി നമുക്ക് കാണാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പല വഴികളും നമ്മുടെ മുമ്പിൽ തുറന്നു വരും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അത്തരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വയം തന്നെ എനിക്കതിനെ പറ്റൂല, കഴിയൂല, സാധിക്കൂല എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും നമുക്ക് അവിടെ എന്ത് ചെയ്യാം?
അവിടെ നമുക്ക് വലുതായിട്ട് ചിന്തിക്കണം. മാത്രമല്ല അവിടെ നിങ്ങളുടെ കഴിവുകളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. കഴിവുകളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ കഴിവുകളിലേക്ക് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്വയം നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാനും നിങ്ങളുടെ മേഖലയെ നിങ്ങൾക്ക് തിരിച്ചറിയാനും നിങ്ങൾക്ക് പവർഫുള്ളായിട്ട് അവിടെ വളരാനും സാധിക്കും. അപ്പൊ ആ പ്രതിസന്ധികളോ അതല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ചിന്തകളോ വരുന്ന സമയത്ത് നമ്മൾ താഴോട്ട് പോവല്ല വേണ്ടത്, അവിടെയും നമുക്കത് മറികടക്കാൻ പറ്റും എന്ന ഒരു ചിന്ത നമ്മൾ അവിടെ കൊണ്ടുവരുന്നതോടുകൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോസിറ്റീവായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആളുകളുടെ ചിന്താഗതിയോ അല്ലെങ്കിൽ നമ്മൾ സ്വയം ചിന്തിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ സ്വയം പറ്റൂല എന്ന് പറയുന്നതോ ഒക്കെ ആണ് എങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ മറികടക്കാനുള്ള കഴിവ് നമ്മുടെ ഉള്ളിലുണ്ട്, ആ ശേഷി ഉള്ളിലുണ്ട്. അപ്പൊ നമ്മള് മറ്റുള്ള ആളുകളുടെ വീക്ഷണകോണിൽ എങ്ങനെയാണ് എന്ന് നമ്മൾ നോക്കേണ്ടതില്ല. മറ്റൊരാൾ ഒരു മനുഷ്യൻ മാത്രമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമ്മൾ എന്തിനു ഭയപ്പെടണം? മറ്റുള്ളവരുടെ വിലയിരുത്തലുകൾ എന്തിനു നമ്മൾ ഭയപ്പെടണം? അങ്ങനെ ഭയപ്പെട്ടുകൊണ്ട് നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? നമുക്ക് എന്താണ് നേടിയെടുക്കാൻ പോകുന്നത്? മറ്റുള്ള ആളുകളെ നമ്മൾ ഭയപ്പെടുന്നത് എവിടെയാണ് നമ്മൾ എത്തിക്കുക? അത് പരാജയത്തിലേക്കും നഷ്ടത്തിലേക്കും നമ്മൾ അവരെ ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ പലതും ചെയ്യാത്ത രീതിയിലേക്ക് മാറി വരുന്നു. അപ്പൊ അവിടെയാണ് നമുക്ക് നമ്മുടേതായ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവും കരുത്തും ശേഷിയും പ്രാപ്തിയും ഓരോ ആളുകളുടെ ഉള്ളിലുണ്ട്. അപ്പൊ വലുതായി ചിന്തിക്കുന്നതിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് മാറ്റം വരുത്താനും മാറാനും നമുക്ക് മുന്നോട്ട് പോകാനും കരുത്ത് ലഭിക്കും എന്നുള്ളതാണ്. അപ്പൊ വലുതായി ചിന്തിക്കുക എന്ന് പറയുന്നത് കേവലമായിട്ട് എന്തെങ്കിലും ഒരു പ്ലാന് പദ്ധതി ഉണ്ടാകുന്ന സമയത്ത് മാത്രമല്ല, നമുക്ക് ഏതൊരു ഘട്ടത്തിലും അത്തരത്തിലുള്ള പ്രതിസന്ധികളോ അതല്ലെങ്കിൽ ഈ നേരത്തെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന സമയത്തും നമ്മുടെ ചിന്തയെ വലുതാക്കുക. നമ്മൾ ചെറിയ ചിന്താഗതിക്കാരുടെ ഇടയിലേക്ക് നമ്മൾ കുറഞ്ഞു പോകരുത്. അതായത് നിങ്ങളുടെ കൂടെ നടക്കുന്ന ആളുകളുടെ വേഗത കുറവാണ് എങ്കിൽ ആ വേഗതയിലേക്ക് നമ്മൾ കുറയരുത്. നമുക്ക് നമ്മുടേതായ ഒരു വേഗത എപ്പോഴും നമ്മൾ നിലനിർത്തണം. ചുറ്റുമുള്ള ആളുകളല്ല നമ്മൾ നിയന്ത്രിക്കേണ്ടത്. ചുറ്റുമുള്ള ആളുകളെ നിയന്ത്രിക്കാൻ നമ്മൾ അനുവദിക്കരുത്. ചുറ്റുമുള്ള ആളുകളെ നമ്മൾ നിയന്ത്രിക്കാൻ നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിയായ രീതിയിൽ നമുക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനോ ലക്ഷ്യത്തിലേക്ക് എത്താനോ സാധിക്കുകയില്ല എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് വലുതായി ചിന്തിക്കുന്നതിലൂടെ വലുതായി കാര്യങ്ങൾ കാണാൻ കഴിയുന്നതിലൂടെ നമുക്കതിനെ മറികടന്നുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജീവിതത്തിൽ പല കാര്യങ്ങളും നേടിയെടുത്തുകൊണ്ട് അതിശക്തമായ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അപ്പൊ നമ്മുടെ കയ്യിൽ തന്നെ സൊല്യൂഷൻ ഉണ്ട്. നമ്മ അതിനൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മതി. അപ്പൊ നിങ്ങൾ ചുറ്റുപാടുമുള്ള ആളുകൾ എന്ത് പറയുന്നു, ചുറ്റുപാടുകളുള്ള ആളുകൾ സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ടോ, ചുറ്റുപാടുകളുള്ള ആളുകൾ നിങ്ങൾക്ക് കൈയടിക്കുന്നുണ്ടോ എന്നൊന്ന് നോക്കി നിന്ന് സമയം കളയണ്ട. കാരണം അത് കിട്ടാൻ പോകുന്നില്ല. എന്നാൽ നിങ്ങൾ വിജയിച്ചാൽ ഇതൊക്കെ അംഗീകരിക്കാനൊക്കെ ആളുകൾ വരും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ജസ്റ്റ് കേട്ടുകൊടുക്കുക. അതേസമയം നിങ്ങൾ ആ യാത്ര തുടങ്ങുന്ന ഘട്ടത്തിൽ, ആ യാത്രയിലായിരിക്കുന്ന ഘട്ടത്തിൽ ചിലപ്പം ഇതൊന്നും കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പൊ അത് പ്രതീക്ഷിച്ച് നമ്മൾ നിൽക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ മിഷനിൽ നിങ്ങൾ നിരന്തരമായിട്ട് നിങ്ങളുടെ പ്രക്രിയയിലായിരിക്കുക. നിങ്ങൾക്ക് എന്താണോ നേടിയെടുക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട പ്രക്രിയയിലായിരിക്കുക. ജീവിതത്തിൽ മുന്നോട്ട് പോവുക. ഇത്തരം ഘട്ടങ്ങൾ വരുന്ന സമയത്ത് വലുതായി ചിന്തിച്ചുകൊണ്ട് അവിടെ നിങ്ങളുടെ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുക. സ്മോൾ മൈൻഡ് ആയിട്ടുള്ള ആളുകൾ, ചെറിയ ചിന്താഗതിയുള്ള ആളുകളിലേക്ക് നിങ്ങൾ ചെറുതാകാതിരിക്കാൻ വേണ്ടിയിട്ടും പരിശ്രമിക്കുക. കാരണം അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ഒരു ജീവിതമാണ് എന്ന് മനസ്സിലാക്കുക. ഈ ഒരു കാറ്റഗറിയിൽ നമ്മളും പെടാതിരിക്കുക. ഒരാളുടെ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് പറ്റാവുന്ന രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക, അവരെ പിന്തുണയ്ക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്തായി, നമ്മുടെ ചിന്താഗതി വലുതായി. കാരണം എന്താ, മറ്റുള്ള ഒരാൾ വിജയിക്കണം എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ, നമുക്ക് നമ്മുടെ മനസ്സിന്റെ ഒരു നന്മയാണ് അവിടെ കാണുന്നത്.
നടത്തുന്ന സമയത്ത് അല്ലെ പിന്നെ പിന്തുണയ്ക്കാൻ കഴിയുകയാണെങ്കിൽ, ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് കൈയടിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് വിശാലമാകുമ്പോഴേ അത് നടക്കുള്ളൂ. അപ്പൊ അവിടെ നമുക്ക് വലുതായി ചിന്തിക്കുന്നതിലൂടെ മറ്റുള്ള ആളുകളുടെ വിജയം കാണാനും മറ്റുള്ള ആളുകളെ വിജയിപ്പിക്കാനും ഒക്കെയുള്ള ഒരു മാനസികമായ തലത്തിലേക്ക് നമ്മൾ വളരുന്ന സമയത്ത് അതിന്റെ ആത്യന്തികമായ ഗുണം എന്ന് പറയുന്നത് അവിടെ ആ വ്യക്തിക്ക് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പൊ വലുതായി ചിന്തിക്കുന്നതിലൂടെ പല പ്രതിസന്ധികളെയും നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും എന്നത് തിരിച്ചറിയുക. തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ ആണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും എല്ലാവർക്കും അങ്ങനെ വലുതായി ചിന്തിക്കാൻ കഴിയുന്ന ആളുകളായിട്ട് മാറട്ടെ. അത്തരം സാഹചര്യങ്ങളിൽ വലുതായി ചിന്തിക്കുന്നതിലൂടെ വലിയ നേട്ടങ്ങൾ നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നും കൂടെ പറയുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു വെരി മച്ച്. മോർ പവർ ടു യു ഓൾ. Thank you, sir.